ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുമ്പുരാൻ തന്നേച്ചു പോയ സമാധാനം, ലോകം തരുന്ന സമാധാനമൊന്നും അല്ല കേട്ടോ. ആ യേശുമ്പുരാനിലെ കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ കിട്ടണ സ്വസ്ഥത, എൻ്റെ പിതാവേ, അത് വേറെ എങ്ങും കിട്ടൂല കേട്ടോ. ആ സന്തോഷം, യേശു കർത്താവായത് കാരണമുള്ള സന്തോഷം, അത് ലോകത്തെങ്ങും കിട്ടില്ലേ. ഈ കാശ് കൊടുത്താൽ കിട്ടാത്ത സാധനം എല്ലാം യേശുമ്പുരാൻ്റെ കൃപയാ കിട്ടണേ. അതെല്ലാം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം കൊണ്ട് യേശുമ്പുരാൻ നിങ്ങളെല്ലാവരും തൃപ്തി വരുത്തട്ടെ. ക്രിസ്മസ് ആയില്ലേ, അടുത്ത ആഴ്ച ക്രിസ്മസാണ്. അപ്പോൾ യേശുവിൻ്റെ എന്തിനാണ് യേശുമ്പുരാൻ, ആരാണ്, ജാതി മതമൊന്നും നോക്കണ്ട, നമ്മുടെ ചരിത്ര പുരുഷനാണ്. സത്യത്തിൽ നമ്മൾ ലോകത്തിൽ ഒത്തിരി ചരിത്രം പഠിക്കുന്നുണ്ട്, പക്ഷെ മെയിൻ കാര്യം പഠിക്കണില്ല. ലോകത്തിൻ്റെ ചരിത്ര പുരുഷനെ പഠിക്കണില്ല. എന്ത് ചരിത്രം പിന്നെ പഠിക്കണേ? ഈ ചരിത്ര പുരുഷനെ പറ്റി ഒന്ന് അറിയാനും പഠിക്കാനും നോക്കുക. പിതാവിനെയും അവനയച്ച മകനെയും അറിയുക എന്ന് തന്നെ നിത്യജീവൻ. ആ യേശുവിനെ ഒന്ന് അറിയുക. ആരാണ് ഈ കൂലിപ്പണിക്കാരൻ ആശാരിയായിട്ട് ജനിച്ചിട്ട് എങ്ങനെ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായി? ഇതാരാണ്? എന്താണ് ആ വാമൊഴിയാ പറഞ്ഞത്? എന്തിനു വേണ്ടി ഭൂമിയിൽ ദൈവമാണെങ്കിൽ ദൈവപുത്രൻ എന്തിനു ഭൂമിയിൽ വന്നു? ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് ഒന്ന് അന്വേഷിച്ച്. വിവേകാനന്ദ സ്വാമി എങ്ങനെ ദൈവത്തെ തേടി ഇറങ്ങിയവനാ, ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠനുമായില്ലേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം മേളിൽ നിന്ന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, എല്ലാവരും പറയും, ബുദ്ധി കൂടുമ്പോൾ പറയും, ഓ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നണ ഒരു ശക്തി ഉണ്ടോ? അങ്ങനെ പോലും നിരീശ്വരവാദികൾ പറയില്ല. എല്ലാം ഞാൻ എന്നുള്ള അഹങ്കാരത്തിൽ, ഞാൻ മിടുക്കിയായത് ഞാൻ എൻ്റെ മിടുക്കും സാമർഥ്യം കൊണ്ട്. ഇതൊന്നുമല്ല. ഞാൻ നിൽക്കണുണ്ടെങ്കിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വലതുഭാഗത്ത് നിൽക്കണം കൊണ്ട് മാത്രം ഞാൻ നിൽക്കണേ. അങ്ങനെ നമ്മളെല്ലാവരും. അപ്പോൾ അതെപ്പോഴും ഓർക്കുക. അല്ലാത്തവൻ്റെ എത്ര കഥകൾ നമ്മൾ കേൾക്കണം, അങ്ങ് പൊങ്ങിപ്പോവും, താഴ്ത്തേട്ടും പോരും. ശാശ്വതമായ അനുഗ്രഹം വേണ്ടേ? പൊലിച്ചു തന്നെ ഐശ്വര്യ അനുഗ്രഹം വേണ്ടേ? ഇവിടെ പറയുകയാണ്, മത്തായി 6:33 പറയാം, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ദൈവരാജ്യം സ്ഥാപിക്കാനാണ് ദൈവം വന്നത്. ആ ദൈവരാജ്യം എന്നതാണ്? അത് നമ്മളിൽ ഓരോരുത്തരിലും ആ ദൈവരാജ്യം വാഴണേ. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് യേശു എൻ്റെ കർത്താവെന്ന് ഞാൻ ഏറ്റുപറയുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നുണ്ട്. ആ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം, ഭരണം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവായിട്ട് സ്വീകരിച്ച് ഞാൻ എന്ന് പറഞ്ഞ ആളങ്ങ് മരിക്കുക. ഞാൻ ക്രിസ്തുവാകുന്ന ആ പരിശുദ്ധാത്മാവിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഭരണത്തിൽ ഞാൻ ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടിയാകും. അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്വസ്ഥത എന്നെ ഭരിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ആ നിയന്ത്രണത്തിലാകുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലാകും. പിന്നെ ഒന്നിനും എന്നെ തൊടാൻ പറ്റില്ല. ഇപ്പം പണ്ട് രാമൻ സീത വട്ടം വെച്ചിട്ട് പുറത്തിറങ്ങരുതെന്ന് ലക്ഷ്മണൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ പ്രശ്നമുള്ള പോലെ ദൈവരാജ്യത്തിലാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമുക്ക് അസ്വസ്ഥതകളെ പ്രശ്നം വന്നിട്ടുണ്ടോ, നമ്മൾ ദൈവരാജ്യത്തിലാണോ എന്ന് ചിന്തിച്ചാൽ മതി. ദൈവരാജ്യത്തിൽ ഇതൊന്നുമില്ല. അപ്പോൾ ആ ദൈവരാജ്യത്തിലേക്ക് കയറുക, യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുക. അപ്പോൾ ആ ദൈവരാജ്യത്തിലേക്കാവും. യേശുമ്പുരാൻ പരിശുദ്ധാത്മാവിനെല്ലാം നമ്മൾ ഈ കർത്തൃത്വം നടത്തണേ. അപ്പോൾ പിന്നെ ഒന്നും നമ്മളെ തൊടൂല. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ 2024 എല്ലാവർക്കും എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ആഘോഷങ്ങൾ വരട്ടെ, കല്യാണം വരട്ടെ, എല്ലാ പരിപാടികളും ഒക്കെ വരട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നോട് സന്തോഷമല്ല, അതാ പറഞ്ഞ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ശകാരത്തിന് ശകാരവും ശാപത്തിന് ശാപവും പകരം നൽകാതെ ദൈവത്തിൻ്റെ വലിയ യേശുമ്പുരാൻ്റെ വലിയൊരിതാ. നീ മറ്റുള്ളവനെ അനുഗ്രഹിക്കുന്നുണ്ടോ, ആ അനുഗ്രഹം നിന്നിലും വരും അവനിലും വരും. നീ മറ്റുള്ളവനെ ശപിച്ചോ, അവന് ശാപവും ഏൽക്കൂല, നിനക്കത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏത് വേണം നമുക്ക്? നമ്മുടെ നാവിൽ ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം. അപ്പം ജീവൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞാൽ പോരെ, നമുക്ക് അനുഗ്രഹം വേണ്ടേ? അപ്പം മനസ്സ് തുറന്ന് ആരെ അനുഗ്രഹിച്ചോ ആ അനുഗ്രഹം നമുക്കും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ സർവ്വരെയും പൂർണ്ണ മനസ്സോടുകൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ അതെല്ലാം നമ്മളിലും വരും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് കാണാട്ടെ. ഹെയർ ലാക്സിങ് ഉണ്ട്, ഇവിടെ ഹെയർ ലാക്സിങ് ചെയ്യുന്നുണ്ട്, പെർമനൻ്റ് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട്, കരാട്ടിൻ ചെയ്യുന്നുണ്ട്.
കരാട്ടിൻ ബയോടാനിസ്. കരാട്ടിൻ്റെ പേരാണ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ്. ഏറ്റവും അപ്ഡേറ്റ് സാധനം കരാട്ടിൻ നമ്മൾ ചെയ്യണം ഇവിടെ. ഹെയർ ലാക്സിംഗ് എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് ടെക്നിക്കലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണത്. ആ കെമിക്കലാണ്, പെർമനൻ്റ് ബ്ലോ ഡ്രൈ കെമിക്കലാണ്. അതെല്ലാം ആ കെമിക്കൽ കെമിക്കൽ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. പേസ്റ്റ് ഇട്ട് പല്ല് കഴിക്കണത് വേസ്റ്റും കെമിക്കലാണ്. അത്രയൊക്കെ അതിനുള്ള ഒരു പേൻ പോലും ചാവൂല. അത്രയും ഡോസ് കുറഞ്ഞ സാധനമാണ് തലയിൽ ഇടണത്. തലയിൽ അത് ചെയ്തിട്ട് ആർക്കും ഒരു കുഴപ്പവും വരില്ല. അതിലും പൊട്ട ഷാമ്പു വെച്ച് അതിലും ദോഷം കുടിക്കുവാനത്. അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത ഷാമ്പു ഒക്കെ നിങ്ങൾ എന്തും തലയിൽ തേക്കണേ. അപ്പോൾ മുടി ഒരു പ്രായം ചെല്ലുമ്പോൾ മുടി പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ നമുക്കുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. നമുക്ക് മുടി ഒരു സ്റ്റൈൽ ഒക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ നല്ല മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെ കാണിക്കാനാന്ന് ചോദിക്കും. ആര് കാണാനാ? ആരും നമ്മളൊന്നും ഇപ്പം നോക്കണല്ല. പണ്ടത്തെ കാലം പോലെയല്ല. പണ്ടൊക്കെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ പെണ്ണെന്ത് മാലയിട്ടു, കമ്മലിട്ടു, അത് കാണാൻ ഇങ്ങനെ നമ്മൾ നോക്കൂല. എന്നിട്ട് അതൊക്കെ ഞാനൊക്കെ അതിന് വേണ്ടി കരച്ചിൽ വീട്ടിൽ അത് മേടിച്ചേനോ. ഞാനൊന്നും ഒന്നും നോക്കാറില്ല. എല്ലാം മേടിക്കാൻ ഒരു മനുഷ്യനും ഇപ്പോൾ കല്യാണപ്പെട്ട് വന്നാൽ പെണ്ണിനെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർ പോരുക. പണ്ട് അങ്ങനെയായിരുന്നോ? അയ്യോ എന്തൊരു നോട്ടായിരുന്നോ ചെറുക്കനെ പെണ്ണിനെയൊക്കെ കാണാനല്ലേ. അത്രയൊക്കെ കാലം മാറി. നമ്മളെ നോക്കാൻ നമ്മളോടും. നമ്മുടെ ഹെൽത്ത് വലുതാണ്, ആരോഗ്യമാണ്. നമ്മുടെ സ്കിന്നും മുടിയൊക്കെ തിളങ്ങണമെങ്കിൽ ഉള്ളു തിളങ്ങണം. മോയ്സ്ചറൈസിങ് ഉള്ളി വേണം. വെള്ളം ഒത്തിരി കുടിക്കണം. നല്ല ഇങ്ങനെ ഫ്രൂട്ട്സും ജ്യൂസുകളൊക്കെ വേനലല്ലേ നന്നായിട്ട് കഴിച്ചോ. ABC അല്ലാത്തതും ഒക്കെ കഴിച്ചോ. ബയോട്ടിൻ വിറ്റാമിൻ ഗുളിക മുടിക്കുള്ളതാണ്, അത് കഴിക്കണം. സിങ്കോവൈറ്റ് കഴിക്കണം. D3 ടെസ്റ്റ് ചെയ്യണമെന്നുള്ള മസ്റ്റാട്ടോ. മുടി കൊഴിയോ പൊട്ടു ചെയ്താൽ D3 ടെസ്റ്റ് ചെയ്യണമെന്നുള്ള മസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുക. അപ്പോൾ പൂർണ്ണ ആരോഗ്യമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്. അത് നമ്മുടെ മക്കളുടെ അസറ്റാണ്. നമുക്ക് ആരോഗ്യം ഉണ്ടല്ലേ മക്കളെ നല്ല രീതിയിൽ വളർത്തി പറക്കിയെടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അവരെ നന്നായിട്ട് കരുതാൻ പറ്റുള്ളൂ. നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം നമ്മുടെ ആരോഗ്യത്തിനെ ഒക്കെ പ്രതിപാദിക്കും. നമ്മുടെ മുഖമൊക്കെ കറുത്ത് പിടിച്ചിട്ട് 10,000 രൂപയുടെ ചുരിദാറിട്ടിട്ട് ഒരു കാര്യമില്ല. 10 പവൻ്റെ മാലയിട്ടിട്ടും കാര്യമില്ല. അപ്പം മുഖത്തിന്, സ്കിന്നിനും, മുടിക്കും എല്ലാത്തിനും ദൈവം തന്നതിന് ഏറ്റവും വിലയേറിയതായിട്ട് കരുതുക, നന്നായിട്ട് നോക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടി പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫേഷ്യൽ ചെയ്യാനും, മുടി ചെയ്യാനും, പെഡിക്യൂർ ചെയ്യാനും, മാനിക്യൂർ ചെയ്യാനും, എല്ലാത്തിനും സ്പാ ചെയ്യാനും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരാം. എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനി ആയിരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നമ്മുടെ അടുത്തുനിന്ന് ത്രെഡ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ത്രെഡിങ് എന്ത് മനോഹരമായിട്ട് പിള്ളേർ ചെയ്യുന്നറിയാമോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെർനൈറ്റിൻ്റെ ഫേഷ്യലാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കുറേ നാളത് തന്നെ പറഞ്ഞു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതിൻ്റെ ക്ലീനപ്പ് ഉണ്ട്, ഫേഷ്യലുണ്ട്, ഒത്തിരി ഫേഷ്യലുകളുണ്ട് കേട്ടോ. അരോമയുടെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. വൈറ്റ്, ഗോൾഡ്, പേള്, എല്ലാ സൈസും ഉണ്ട്. അപ്പം എല്ലാത്തിനും പെട്ടെന്ന് പോരെ, ആഘോഷങ്ങൾ വരുമല്ലേ. അപ്പോൾ ശരി, എന്നാൽ വീഡിയോസ് കാണാം. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മുടി അപ്പൂപ്പന്താടിയില്ലേ, ഈ ജന്മനാ തന്നെ സിൽക്കി ഹെയർ എന്ന് പറയില്ലേ, ഈ മുടിക്കാര്യം നല്ലതാ. ഈ മുടിക്കാർക്ക് അധികം ഉള്ളു വെക്കില്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ കിടക്കും. അത് ഇടയ്ക്ക് ചീവൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി വരും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ മുടി ഉണ്ടെന്ന് തോന്നിക്കില്ല. ഭയങ്കര സോഫ്റ്റ്. കാറ്റ് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിപ്പോകും ഇങ്ങനത്തെ മുടികൾ. അപ്പോൾ ഇത് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ചെയ്യണേ. ചെറിയ കേൾസൊക്കെ അടി വരുത്തി, ഒത്തിരി കേള് വരുത്തുമ്പോൾ ഉള്ളു കുറവ് തോന്നിയാലും അത് കാരണം ചെറിയതായിട്ട് ലൈറ്റായിട്ടൊരു കേളിൻ്റെ ഒരവസ്ഥയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ തൊട്ട് പ്രായമില്ലാത്ത ആളെ കണ്ടോ. ഇതിന് പണ്ട് മുതലേ മുടി കുറവാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പണ്ട് മുതലേ കുറവാണെങ്കിലും പണ്ട് മുതലേ D3 ഇല്ലായിരിക്കും. എൻ്റെയൊക്കെ പല്ലിനൊക്കെ കംപ്ലൈൻറ്റ് വന്ന് എല്ലാം കഴിഞ്ഞാൽ D3 എനിക്ക് പണ്ട് മുതലേ ഇല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ D3യുടെ ഒരു പരിഹാരം കഴിക്കാം. പിന്നെ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞിലെ ഇടയ്ക്കൊക്കെ വിറ്റാമിൻ സിങ്കോവൈറ്റും ബയോട്ടിനും കഴിക്കണം. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ ആകുമ്പോൾ അടുത്ത ഓണം ഇത് വരുമ്പോൾ ഈ വീഡിയോ ഇവിടെ എന്നോട് ഓർപ്പിക്കാനായിട്ട് മുടി വന്നത് കാണിച്ചു തന്നെ എന്നെ എല്ലാവരും രണ്ടാമത് അടിക്കാൻ വരുമ്പോൾ ഇവിടെ മുടിയൊക്കെ വന്നു കിട്ടോ എന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ ഇടാം. യേശുവിൻ്റെ കൃപയാൽ അങ്ങനത്തെ മനോഹരമായ വീഡിയോ ആണ്. നിങ്ങൾക്കും ഭാഗ്യം കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ. അപ്പോൾ ഈ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി പരസ്യത്തിന് വല്ലണ പോലെയാകും ഇപ്പം ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിനും ഒക്കെ കഴിച്ച് ഇതിലെല്ലാം ഈ ഗ്യാപ്പുകളെല്ലാം യേശുവിൻ്റെ കൃപയാൽ നിറച്ച് മുടിയുണ്ടാകട്ടെ. ആ കാഴ്ച കാണാൻ നമുക്ക് അടുത്ത അടിക്കാൻ വരുമ്പോൾ കാണാം.
ഇപ്പോൾ ഇതിൻ്റെ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഹെയർ ബ്ലോ ഡ്രൈ ആണെങ്കിലും ചെറിയ 2 കേള എടുത്തിട്ടുള്ളൂ, ഇച്ചിരി. എന്നാന്ന് വെച്ചാൽ മുടിയുടെ ഉള്ളിൽ നിങ്ങൾ അന്നേരം കണ്ടതല്ലേ, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ട് നോക്കി യേശുവിൻ്റെ കൃപയാൽ എത്ര മനോഹരമായിരുന്നത്. ഇങ്ങോട്ട് നോക്കാം, ആവശ്യത്തിന് മുടിയൊക്കെ ആയില്ലേ നോക്കി. അന്നേരത്തെ മുടിയാണ് നോക്കി. അടിയിൽ ഇങ്ങനെ ചെറിയൊരു കേളുള്ള കാരണം എന്നാ ഗുണമെന്ന് വെച്ചാൽ ചെയ്താണെന്ന് തോന്നിയില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് തലയോട്ടി വല്ലതും കാണാമെന്ന് നോക്കി. അന്നേരം നിങ്ങൾ അപ്പടി തലയോട്ടിയൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ഇത് കണ്ടോ, യേശുവിൻ്റെ കൃപയാൽ ഫ്രണ്ടാട്ടോ ഏറ്റവും ഭംഗിയായത്. വന്നപ്പോൾ ഇവിടെ അപ്പടി തലയോട്ടി കാണാമായിരുന്നു. എനിക്കൊരു ടെൻഷനായിരുന്നു. യേശുവിൻ്റെ കൃപയാൽ ഫ്രണ്ട് ഒത്തിരി മനോഹരമായി. മോഹം കാണിക്കില്ലോ ഇതൊക്കെ. നമുക്ക് അതീവ മനോഹരമായി യേശുവിൻ്റെ കൃപയാലാട്ടോ ദൈവമേ. ഇത് നോക്കി. ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ മുടിയായി. ഇനി ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പനങ്കൊലയാകും. പണ്ട് ഇതിന് വലിയ മുടിയൊന്നും ഇല്ലായിരുന്നാ പറഞ്ഞത്. പക്ഷേ അതൊക്കെ മാറി. പണ്ട് നിറച്ച് മുടിയായെന്ന് പറയുമാറ്. അടുത്ത ഓണയൊക്കെ ഒരു 5-8 മാസം കഴിയുമ്പോൾ അടിക്കാൻ വരുമ്പോൾ മുടിയുടെ കൊതി മാറിയിട്ടോ എന്ന് പറയാൻ പാകത്തിനാകട്ടെ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇതിന് ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ ചെയ്യാനിരുന്നു. വന്നിട്ട് നീട്ടി കുറച്ച് മുടിയല്ലേ ഉള്ളൂ, അത് ചെയ്യുമ്പോൾ ഒട്ടിപ്പോവോ, ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ ഇടണം ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ടെൻഷനേ ഇല്ല. ഈ മുടി ഇങ്ങനെ തന്നെ കിടന്നോളൂ. ഇനി തലേന്ന് കിളുത്ത് വന്നത് ഇതിൻ്റെ സ്ട്രെയിറ്റാണ്. വലിയ ചേഞ്ചൊന്നും ഇല്ല. കാരണം വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതീവ മനോഹരമായി. ഇനി എപ്പം മുടി അടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അടിക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്താൽ മതി. നമുക്ക് തന്നെ തോന്നും വൃത്തികേടായില്ലോ എന്ന് നമുക്ക് കാണുമ്പോൾ. അപ്പം അങ്ങനെ അന്നേരമാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 6 മാസം കൂടുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമുക്ക് തോന്നും. നമ്മുടെ മുടി വൃത്തിയായി കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സന്തോഷമാവും. ഇനി അത് വൃത്തികേടാകുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്താൽ എന്നോട് എത്ര പിള്ളേർ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, ചേച്ചി ഇത് മുടി വളരുന്ന സാധനമാണ്, ഇത് മുടി വളരുമെന്ന് എല്ലാവരോടും പറയാൻ. അത്രയ്ക്കും എല്ലാവർക്കും ചേഞ്ച് ഉണ്ട്, മുടിക്ക് വളരും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ശരി എന്നാ. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഹെയർ ലാക്സിങ് ആണ് ചെയ്യാൻ പോണേ. മുടി കണ്ടോ, ഇവിടെയൊക്കെ പിന്നെ ഉള്ളുണ്ട് കേട്ടോ. അടിയിട്ട് വള്ളി പോലെയാണ്. ഇത് മെട്ടർ എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. എന്നെ വെച്ച് വെട്ടിക്കളയാം. ചെയ്തു വരുമ്പോൾ ചെറിയ നീട്ടുള്ളൂ. ഇത്രയൊക്കെ വെട്ടിക്കളയണ്ടേ. മനുഷ്യൻ്റെ ഒരു സ്നേഹം കേട്ടോ. മുടിക്ക് ഉള്ളു വയ്ക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. ഈ മുടിയുടെ വാലിനെയാണ് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് വെട്ടിയത് കടലാസിൽ പോയി കൊടുത്തു പോകണം. കുറ്റം വെട്ടരുതെൻ്റെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ഒരു സോഫ്റ്റ് ഹെയറാണ്. ഇങ്ങനെ പഞ്ഞി പോലത്തെ മുടിയാട്ടോ. പക്ഷെ ഇങ്ങനത്തെ മുടി ഉരുണ്ട് കയറുന്നത് നമ്മളിപ്പോൾ പറയാണ്ട് തന്നെ അതിങ്ങനെ ഉരുണ്ടായിരിക്കണത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഇതിനി അതാണ് ആ മുടിയുടെ അത് കേട്ടോ. തന്നെത്താനിങ്ങനെ വളഞ്ഞ് ഇതിങ്ങനെ. അപ്പോൾ ഒരു തിക്നെസ് തോന്നിക്കില്ല. അത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി തോന്നിക്കില്ലല്ലോ. യേശുവിൻ്റെ കൃപയാൽ ഇനി അതിമനോഹരമാകുന്ന പരസ്യത്തിന് വരുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ സുന്ദരിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ കണ്ടോ. ആദ്യം നിങ്ങൾ കണ്ടില്ലായിരുന്ന മുടി. ഈ മുടി നമ്മൾ ഈ വിറ്റാമിൻ ഗുളികയുടെ ഗുണം അറിയണമെങ്കിൽ ആശാക്ക് 1 വർഷമായിട്ട് ബയോട്ടിക് കഴിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് മൊബൈൽ കണ്ടത് ഇവിടുത്തെ മുടിക്ക് ഒരു പൊട്ടലുമില്ല. ഞാനിങ്ങനെ പറയുതേ ഇപ്പോഴേ ഒരു പൊട്ടലുമില്ല. ഇവിടെ കണ്ടോ, ഒരു പൊട്ടലുമില്ല. പണ്ടത്തെ മുടി കണ്ടോ അപ്പടിയും പൊട്ടിയതേ. ഒരു 2 വർഷം മുമ്പുള്ള മുടിയാണ് ഈ പൊട്ടി ഇരിക്കണ കണ്ടോ. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് നല്ല തിക്നെസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വിറ്റാമിൻ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഗുണം ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാണല്ലേ. അപ്പോൾ ഈ മൾട്ടി വിറ്റാമിൻ ബയോട്ടിനൊക്കെ കഴിക്കണം. ഇത് ആദ്യമായിട്ടല്ലേ മുടി ചെയ്യണത്. ഇത് മുടി ചെയ്യണതിന് മുമ്പ് കഴിച്ച കാര്യമാണ്. ഇത് ആദ്യമായിട്ടാണ് മുടി ചെയ്യാൻ വന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഉള്ളു നോക്കുമ്പോൾ അറിയാൻ പാടില്ല. ഇവിടെ നല്ല ഇങ്ങോട്ട് ഉള്ളു കുറവ്. ഇനി തലേന്ന് കിളുത്ത് വന്നത് ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനോട് കഴിക്കുമ്പോൾ ഭയങ്കര തിക്നെസ് വരും. നല്ല തിക്നെസ്സുള്ള മുടിയാണോ നേരത്തെ. അപ്പോൾ അത്രയും തിക്നെസ് വരും. അപ്പം ഇത് എലിവാല് പോലെ. ഇത് നമ്മൾ ചെയ്ത് ഇത്രയും മുടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് വെട്ടിക്കില്ല. ഇനി എന്നാ ചെയ്യാം. ഈ അറ്റമൊക്കെ ഇവിടെ ഇത്രയൊക്കെ കഴിഞ്ഞ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഉള്ളു തോന്നിക്കും. എൻ്റെ മുടി എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും, മുടി വേണമെങ്കിൽ നീ ചെയ്തു അറ്റം വെട്ടറെന്നാ പറഞ്ഞാൽ വെട്ടാൻ. ഇച്ചിരി വാലൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം ഇങ്ങനെ ഒട്ടും ഫ്രണ്ടും വെട്ടിക്കില്ല. അപ്പം ഈ മുടിക്ക് ഇപ്പോൾ നല്ല തിക്നെസ്. ഈ തിക്നെസ്സും ഇവിടെ പൊട്ടലില്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ അതാ മൾട്ടി വിറ്റാമിൻ കുറയുമ്പോഴാണ് മുടിക്ക് പൊട്ടൽ വന്ന് നമുക്ക് കണ്ടമാനം ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. അപ്പം മനസ്സിലായാലോ. പിന്നെ നര വരും. പൊട്ടൽ വരുമ്പോൾ ശ്രദ്ധിച്ചില്ലേ വൈറ്റ് ഹെയർ വരും.
അപ്പോൾ മോളെ മുടി ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ അപ്പം? ആ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ദൂരെയെന്ന് വന്നാണ്. അപ്പോൾ അതിമനോഹരമായിട്ടില്ലേ നോക്കിയത്, ഉള്ളൊക്കെ വേണ്ട മുടി മേലൊക്കെ നല്ല ഉള്ളുണ്ട് കേട്ടോ. അല്ലേലും യേശുവിൻ്റെ കൃപയാൽ അതീവ മനോഹരമായി. ഈ കൊച്ചിൻ്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയത് കാരണം തലേന്ന് കെത്തു വരുന്നതും വലിയ ഇങ്ങനെ വളവും ഇങ്ങനെ ഭയങ്കര ചുരുണ്ട മുടിയൊന്നുമല്ല, ഒരു സോഫ്റ്റ് ഈ പഞ്ഞിക്കുടം പോലത്തെ മുടിയാണെന്നുള്ളൂ. അത് തന്നെ ഒരു കനം വെക്കും കേട്ടോ. ഈ പഞ്ഞിക്കുടം പോലത്തെ മുടിക്ക് ഒരു കനം വെക്കും ഇത് ചെയ്യുമ്പോൾ. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടാം. അപ്പോൾ അതുപോലെ ഈ അപ്പൂപ്പന്താടി പോലത്തെ മുടിയൊക്കെ ഇച്ചിരി ബലമായിട്ട് വരും. അതെന്നാണോ ഇതിനൊക്കെ ഒരു കനം വെച്ചു, അങ്ങനെ അതിമനോഹരായി. അപ്പം ഇങ്ങനെയുള്ള മുടിയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തിടുക. മുടി ചെയ്യണി എന്തിനാ? ആരെയും കാണിക്കാനല്ല, നമുക്ക് കാണാൻ. നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്കതൊരു ഭയങ്കര മുടി ഒരു 90% മേക്ക് ഓവറായി. പിന്നെ മുഖത്ത് ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണെന്ന് എഴുതിയൊരു മോയ്സ്ചറൈസറും തേച്ച മേക്കപ്പായി ഓർഡർ നടക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര സിമ്പിളായിട്ട് നമ്മുടെ മേക്കപ്പ് നമുക്കുടെ അതൊക്കെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാൻ എല്ലാവരും പെട്ടെന്ന് ഈ പോലെ ശരിയത്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇത് ഫ്രിസിയാണ്, പിന്നെ ചുളുക്കുള്ള ചുരുണ്ട മുടിയാണ്. അപ്പോൾ ഇതിൽ കരാട്ടിൻ നാനോപ്ലാസ്റ്റി അല്ല കേട്ടോ, നമ്മൾ ഇത്ര നാളും അതാ ചെയ്തത്. അതിലും അപ്ഡേറ്റ് ബയോടാൻസ് ചെയ്യണേ. ഉഗ്രൻ റിസൾട്ടാണ്, സൂപ്പർ സംഭവമാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അത് കാണാനുള്ള അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഇത് ഫ്രിസിയാണ്, പിന്നെ ചുളുക്കുള്ള ചുരുണ്ട മുടിയാണ്. അപ്പോൾ ഇതിൽ കരാട്ടിൻ നാനോപ്ലാസ്റ്റി അല്ല കേട്ടോ, നമ്മൾ ഇത്ര നാളും അതാ ചെയ്തത്. അതിലും അപ്ഡേറ്റ് ബയോടാൻസ് ചെയ്യണേ. ഉഗ്രൻ റിസൾട്ടാണ്, സൂപ്പർ സംഭവമാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അത് കാണാനുള്ള അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ കുഞ്ഞിക്കുടാപ്പിയുടെ മുടി ചെയ്യാൻ വന്നേക്കണേ കേട്ടോ. ശരിക്കും കുഞ്ഞിക്കുടാപ്പി അത്രയും 9-ലായോ? 9-ലായിട്ടുള്ളേ. അപ്പോൾ 9-ൽ കുഞ്ഞു പിള്ളേർക്ക് ചെയ്യണ കരാട്ടിൻ നമ്മൾ ചെയ്യണത്. നാനോപ്ലാസ്റ്റിയുടെ ഒക്കെ പ്രീമിയം ഇച്ചിരിയുടെ സൂപ്പർ സംഭവമാണ് ചെയ്യണേ. പ്രഗ്നൻസിയിലുള്ളവർക്കും ചെയ്യാം, ഇതും ചെയ്യാം. അപ്പോൾ ഈ മുടിയെ നമ്മൾ ചെയ്യാൻ പോവാണ്. കൊച്ചിൻ്റെ മുടി കൊച്ചു പറഞ്ഞ കഴിഞ്ഞ വർഷം കരാട്ടിൻ. ഇത് കരാട്ടിനല്ല, സ്മൂത്തനിങ് ആകാം. ഒരു കരാട്ടിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ചിലതിങ്ങനെ പറ്റിക്കാൻ സ്മൂത്തനിങ് ചെയ്ത് വയ്ക്കും. കരാട്ടിന് 1 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കൂല. ഇത് കെമിക്കലി ഇതിൻ്റെ ടെക്സ്ചർ മാറ്റി ബോണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാണ് ഈ മുടി ഇങ്ങനെ നിവർന്നിങ്ങനെ വരുള്ളൂ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടോ, ഇത് തലേന്ന് കിളുത്ത് വന്നേക്കണതേ കണ്ടോ, കൊച്ചിൻ്റെ ദൈവടന്മാരെ തലേന്ന് കിളുത്ത് വന്നേക്കണ മുടി. ഇതിവിടെ താഴത്തേട്ട് അവർ ചെയ്തിട്ടുമില്ല. തലേന്ന് കിളുത്ത് വന്നേക്കണ ഇത്രയും മുടിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ യേശുവിൻ്റെ കൃപയാൽ മനോഹരാകണ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. അല്ല അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കുഞ്ഞുങ്ങയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. എനിക്ക് പേടിയായിരുന്നു. 9-ൽ പഠിക്കുന്നതല്ലേ, കരാട്ടിനാ ചെയ്ത്. ഇത് ഇന്ന് കിട്ടുമെന്ന് കുറേ അയൺ ചെയ്യണമല്ലോ. യേശുവിൻ്റെ കൃപയാൽ സോഫ്റ്റായി. ഇവിടെ ഇച്ചിരി ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ലെയർ വെട്ടിയിട്ടേക്കണം. ലെയറല്ല, ബട്ടർഫ്ലൈ കട്ട കൊച്ച് അതൊക്കെ വെട്ടിയിട്ടാണ് വന്നത്. ഒത്തിരി മുടിയുള്ള കൊച്ച. അതിൻ്റെയാണ് ഇവിടെ ഒരു നാച്ചുറൽ ലുക്കിൽ കിടക്കണ്ടേ. ഇത് കരാട്ടിൻ്റെ നാനോപ്ലാസ്റ്റി അല്ല, അതിലൊക്കെ കൂടിയ ഒരു സംഭവമാണ്. കൊച്ചു പിള്ളേർക്ക് ചെയ്യുന്നതാണ് ചെയ്തേക്കണേ. ഇവിടെ എല്ലാം നമുക്ക് നല്ല സൂപ്പറായിട്ട് നിവർന്ന് കിട്ടി. കൊച്ചിന് തലേ തൊടാൻ പാടാറുണ്ട് ഇവിടെത്താനൊക്കെ. ഇതിപ്പോൾ താഴത്തേക്കൊക്കെ ഇങ്ങനെ ഇത് വലിയ ബട്ടർഫ്ലൈ ഇത് വെട്ടിയേക്കണേ. ഇടയ്ക്ക് കേളൊക്കെ ആക്കാനുള്ള കൊച്ചിന് താഴെ. കരാട്ടിൻ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. കേളാക്കണേ കേളാക്കാം, സ്ട്രെയിറ്റ് ആക്കണേ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആക്കാം. മറ്റേ ഹെയർ ലാക്സിങ്ങോ സ്മൂത്തനിങ്ങോ ആണെങ്കിൽ കേള് കിട്ടില്ല. ഇത് കൊച്ചു വളച്ചാൽ പെട്ടെന്ന് കേള് കിട്ടും. കൊച്ചു വലിയ ലണ്ടനിലെ ഇവിടുത്തെ കലാതിലകം പോലത്തെ നമ്മുടെ നാട്യമയൂരാട്ടോ എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിലെ ലോക പ്രശസ്തി ആകാനുള്ള കുഞ്ഞിങ്ങയാണ്. ചുമ്മാ ഇതിനെ പൊതിയായിട്ടൊരു കുർത്തയൊക്കെ എടുത്തിട്ടാണ്. തീരെ കുഞ്ഞിങ്ങാട്ടോ. ഇതിനിതിടണം. ഈ കുഞ്ഞി പിള്ളേരങ്ങനെയല്ലേ, നമുക്ക് സാരി ഉടുക്കേണ്ട പ്രായമാകുമ്പോൾ സാരി ഉടുക്കില്ല, അന്നേരം നിക്കറ് ഇടണം എന്ന് പറയും. ഇപ്പോൾ ഉടുപ്പിടേണ്ട പ്രായം, അന്നേരം ഉടുപ്പ് എനിക്ക് വേണ്ട, എനിക്ക് വലിയവരുടെ കുർത്തമാണ്, എൻ്റെ ആങ്ങളുടെ പിള്ളേർക്ക് വേണം, എനിക്കിത് കേൾക്കുമ്പോൾ കരി വരും. ഇപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ താഴത്തും നല്ലൊരു പാൻറ്റും കിട്ടി. പക്ഷേ ഇതിങ്ങനെ ഇട്ടപ്പോൾ നല്ല രസമാട്ടോ. കുഞ്ഞിങ്ങളുടെ മുഖം കാണിക്കണില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരായില്ലേ നോക്കി.
മക്കളെ മുടി തന്നെ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ മുടിയത് കണ്ടോ. കളറൊക്കെ ലണ്ടനിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വന്നതാ കേട്ടോ. സൂപ്പറായി. ശരിയാണ്. ഈ മകളുടെ ഹെയർ മേക്കോറിന് വന്നാൽ നമ്മൾ 1 വർഷം മുമ്പ് ചെയ്ത മുടിയാണേ. ഇത് കാണാം. അത് പിന്നെ ഒത്തിരി ഉള്ളു വെച്ചൊന്ന് സ്വയം പറഞ്ഞ് ഒത്തിരി അകലെയെന്ന് എറണാകുളത്ത് നിന്ന് ഇവിടം വരെ തന്നെയാണോ. ഇവിടെ വരുന്ന എല്ലാവരും അകലക്കാരാണ് അധികവും. ഉണ്ടോ ഇവിടെ വരെ നിറച്ച് മുടിയുണ്ടായിട്ടോ. ഇത് നിറച്ച് മുടിയുണ്ടായി. ഈ അറ്റത്തായിട്ടുള്ള ഈ മുടി ഇങ്ങനെ ഇതാണ് അവനവൻ്റെ മുടിയുണ്ടാകുന്നത്. നിറച്ച് തിക്കായി നിറച്ച് യേശുവിൻ്റെ കറിയാൻ മുടിയായി. അപ്പോൾ അടിക്കാൻ വന്നതാണ്. പണ്ടത്തെ പോലെ പൊട്ടലും ഇല്ല. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പൊട്ടലും അങ്ങനെ ഒന്നുമില്ല. മുടിയൊക്കെ വൃത്തിയായി. അതാണ് ഇതൊക്കെ ചെയ്യുന്നവർ പിന്നെയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ മുടിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കണ്ട. സൂപ്പറായിട്ട് മുടി അങ്ങനെ ഇരുന്നോളും സൂപ്പറായിട്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അതെ, ഹെയർ മേക്കോവർ കഴിഞ്ഞു. മുഖം കാണിക്കലെന്ന് പറഞ്ഞ് ചിരി വന്നതാ. അപ്പോൾ അതെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായി. നല്ല ഉള്ളൊക്കെ ആട്ടോ. അതെ യേശുവെ സ്തോത്രം. ഇത് വേട്ട ഉള്ളുണ്ട്. യേശുവിൻ്റെ കൃപയാൽ കണ്ടോ. ഇപ്പം നല്ല മുടിക്ക് ഉള്ളായി. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ കളർ ചെയ്യണ കാരണം ഇടയ്ക്ക് ഇനി കരാട്ടിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ചില ഫ്രഷ്നെസ് വരും, അതെല്ലാവർക്കും വരും. എനിക്കൊക്കെ അങ്ങനെ വന്നാൽ ഞാൻ കരാട്ടിലേക്ക് തിരിഞ്ഞ കെമിക്കലൊക്കെ ചെല്ലുമ്പോൾ 2 കെമിക്കലൂടെ ആകുമ്പോൾ കളറിങ് നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യണമല്ലോ. അത് വലിയ മുട്ടൻ കെമിക്കലാണ്. പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ നിവൃത്തിയില്ലോ വൈറ്റ് ഹെയറിന്. അപ്പം അത് ചെയ്യാണ്ടൊരു നിവൃത്തിയില്ല. അതിപ്പോൾ ഹെന്ന ചെയ്താലും ഹെന്നയിലും ഡൈയുടെ കൂടി ഇട്ടിട്ട് ആ റെഡ് കളറ് ബർഗണ്ടി കളറൊക്കെ വന്നെ. എല്ലാവരും ഹെന്ന ഇതൊന്നുമില്ല കെമിക്കലില്ലെന്നും പറഞ്ഞാൽ മൈലാഞ്ചിപ്പൊടി ഉണങ്ങി തലയിൽ തേച്ച് നോക്കുക, ഒരു കളർ പിടിക്കില്ല. ഇതിലേക്കൊക്കെ ഡൈയുടെ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ അതിമനോഹരമായിട്ടുണ്ട്. യേശുവെ സ്തോത്രം. ഇത്രയും അകലേന്ന് വന്നിട്ട് ഇതിനതിനെ തൃപ്തി കെട്ടിയിരിക്കും. നമുക്കൊരു വിഷമമാവുമല്ലോ. ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ഓരോരുത്തർക്കും ഇത്രയും അകലെന്ന് കുറച്ച് പുറത്താണ്. അവിടുന്ന് വീട്ടിൽ വന്നിട്ട് കെട്ടിയ ഹസ്ബൻഡ് ചോദിച്ചു എന്ന് പറഞ്ഞു, ഇത്രയും അകലെ പോകണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ യേശപ്പ നമ്മളെ വിശ്വസിച്ച് ഇവിടെ വരെ വന്നതിന് യേശപ്പുര പ്രതിഫലം കൊടുത്തതിന് സ്തോത്രം. അപ്പോൾ ചെയ്യാനുള്ളൊരു ധൈര്യ സമയത്തേക്ക് പോരെ. ശരി എന്നാൽ.